ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇനി വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഒട്ടും പ്രതീക്ഷിക്കാത്ത വമ്പൻ ട്വിസ്റ്റുകളും നെഞ്ചു തകർക്കുന്ന വൈകാരികമായിട്ടുള്ള രംഗങ്ങളുമാണ് ഇനി നമ്മളെ കാത്തിരിക്കുന്നത്. ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ ഓഫീസിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുന്ന നിധി തൻ്റെ ബാഗ് എടുക്കാനായിട്ട് റൂമിലേക്ക് വരുമ്പോഴാണ് ആ ഒരു ഭയപ്പെടുത്തുന്ന കാഴ്ച കാണുന്നത്. റൂമിൽ വലിയൊരു പാമ്പ്. ചെറുപ്പം മുതലേ പാമ്പുകളെ പേടിയുള്ള നിധി പേടിച്ചരണ്ട് ഉറക്കെ നിലവിളിക്കുന്നുണ്ട്. ചെവി രണ്ടും പൊത്തിപ്പിടിച്ച് നിധി നിലവിളിക്കുന്നുണ്ട്. സുധീഷെ, പാമ്പ്, സുഭാഷേട്ട ഓടിവാ, എവിടെയായി എല്ലാവരും, ഒന്ന് ഓടിവാ എന്ന് പറഞ്ഞുകൊണ്ട് അലറി നിലവിളിക്കുന്നു. നിധിയുടെ ഈ ഒരു നിലവിളി കേട്ട് ഹാളിരുന്ന സുധീഷ് ഞെട്ടി ഉണരുകയാണ്. സുധീഷാണെങ്കിൽ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്, സുഭാഷേട്ട, അത് നിധിയുടെ കരച്ചിലല്ലേ കേൾക്കുന്നത്. പെട്ടെന്ന് തന്നെ സുധീഷും സുഭാഷും റൂമിൻ്റെ അരികിലേക്ക് ഓടിയെത്തി വാതിലിൽ തട്ടി നിധിയെ വിളിക്കാനായിട്ട് തുടങ്ങുന്നു. ശബ്ദം കേട്ട് ഹരീഷും നികേഷും മൂടി വരുന്നുണ്ട്. പുറത്ത് എല്ലാവരും കൂടി വാതിൽ തുറക്കാൻ പറഞ്ഞ് വലിയ ബഹളം വയ്ക്കുന്നു. ഈ ഒരു സമയം അകത്തെ ഭയം കാരണം കണ്ണ് പൂട്ടി നിന്നിരുന്ന നിധിയാണെങ്കിൽ പതിയെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ആ പാമ്പിനെ അവിടെ കാണുന്നില്ല. നിധി പെട്ടെന്ന് ഓടി വന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് ചാടുന്നു. പുറത്തേക്ക് ഇറങ്ങി ശ്വാസം വിടാൻ പാടുപെടുന്ന നിധിയോട് സുധീഷ് ചോദിക്കുന്നുണ്ട്, അയ്യോ നിധി, എവിടെയാ പാമ്പ് എന്ന് ചോദിക്കുമ്പോൾ നിധി കിതച്ചുകൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ റൂമിൽ സുഭാഷേട്ട, വലിയൊരു പാമ്പ്. ഇത് കേട്ടതും സുധീഷും സുഭാഷും റൂമിനകത്തേക്ക് നോക്കാൻ ഒരുങ്ങുമ്പോൾ നികേഷ് അവരെ തടയുന്നുണ്ട്. നിങ്ങളിതെന്ത് വെറും കൈയോടെ പോകുന്നത്? ഒരു കമ്പെങ്കിലും എടുത്തുകൊണ്ട് പോവോ? പാമ്പിനെ കയ്യിലെടുത്ത് ഉമ്മ കൊടുക്കാനൊന്നും അല്ലല്ലോ പോകുന്നത്, തല്ലിക്കൊല്ലാനല്ലേ എന്ന് ചോദിക്കുന്നു. സുഭാഷാണെങ്കിൽ ഉടനെ ഹരീഷിനോട് ഒരു കമ്പെടുക്കാൻ പറയുന്നു. സുഭാഷും സുധീഷും ഹരീഷും ഒരു വടി സംഘടിപ്പിച്ച് റൂമിനകത്തേക്ക് കയറുന്നുണ്ട്. എന്നാൽ നികേഷ് പേടിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു കസേരയുടെ മുകളിലേക്ക് കയറി നിൽക്കുകയാണ്. ഇത് കണ്ട് നിധി ചോദിക്കുന്നുണ്ട്, നീ എന്താടേ ചെയ്യുന്നത്? നികേഷ് പേടിയോടെ പറയുന്നു, ഏട്ടത്തി, പാമ്പ് അഥവാ ഇറങ്ങി ഓടി വന്നാലോ, അതുകൊണ്ടാണ് ഞാൻ മുകളിൽ കയറിയത്. അങ്ങനെയൊക്കെ വരുമോ എന്ന് ചോദിച്ച് പേടി മാറാത്ത നിധിയും മറ്റൊരു കസേരയ്ക്ക് മുകളിലേക്ക് കയറി നിൽക്കുന്നുണ്ട്. റൂമിലെല്ലാം വടി കൊണ്ട് പാമ്പിനെ തിരയുകയാണ് സുഭാഷും കൂട്ടരും. ഒടുവിൽ സുഭാഷ് ചോദിക്കുന്നുണ്ട്, നിധി മോളെ, ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ, നീ എവിടെയാണ് കണ്ടത്? മോൾ ഇങ്ങോട്ട് വന്നേ എന്ന് പറയുന്നു. നിധിയാണെങ്കിൽ ഭയത്തോടെ കസേരയിൽ നിന്നിറങ്ങിയിട്ട് നികേഷിനെ വിളിക്കുന്നുണ്ട്, എടാ നീയും വാടാ. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, ഞാൻ വരില്ല, എനിക്ക് തനിച്ചു പോകാൻ പേടിയാണ്, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് നിധി നികേഷിൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ച് റൂമിനകത്തേക്ക് കൊണ്ടുപോവാണ്. അവർ വീണ്ടും തിരച്ചിൽ തുടരുന്നതിനിടയിൽ പെട്ടെന്ന് ജനലിലൂടെ പുറത്തേക്ക് ഇഴിഞ്ഞു പോകുന്ന പാമ്പിനെ അവർ കാണുന്നുണ്ട്. പാമ്പേ എന്ന് വിളിച്ച് ജനലിനടുത്തേക്ക് ഓടിച്ചെന്ന സുഭാഷ് അലറി വിളിക്കുന്നുണ്ട്, പാമ്പെ നിൽക്കവിടെ, ഇനി ഇങ്ങോട്ട് വരരുത്. അപ്പോൾ ഹരീഷ് ആണെങ്കിൽ തമാശ രൂപേണ പറയുന്നുണ്ട്, സുഭാഷേട്ടാ, അതിനെ വിട്ടേക്ക്, അത് ടാറ്റയൊക്കെ കാണിച്ചിട്ടല്ലേ പോയത്. പക്ഷേ സുഭാഷ് ഗൗരവത്തിൽ തന്നെയായിരുന്നു. ഇനി ഈ ഭാഗത്ത് അത് കണ്ടുപോകരുത്, മോളിനി പേടിക്കണ്ട. അത് പോയി റൂമിലെല്ലാം നോക്കി, ഇവിടെ എങ്ങും ഇനി പാമ്പില്ല. ഭയം മാറാത്ത നിധി പറയുന്നുണ്ട്, എനിക്ക് ചെറുപ്പം തൊട്ടേ പാമ്പിനെ വലിയ പേടിയാണ്, ഞാനിവിടെ അതിനെ കണ്ടപ്പോൾ ശരിക്കും ഭയന്നു പോയി എന്ന് പറയുമ്പോൾ സുഭാഷ് നിധിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മോള് പേടിക്കേണ്ട സുധീഷ്, നിധിക്ക് കുടിക്കാനായിട്ട് കുറച്ച് വെള്ളം എടുത്ത് കൊടുക്കുക. അങ്ങനെ നിധി വെള്ളം കുടിച്ച് ശാന്തയാകാൻ ശ്രമിക്കുമ്പോൾ സുഭാഷ് ഒരു കാര്യം ഓർക്കാണ്, സുധീഷേ, ഇങ്ങനെ ഒരു പാമ്പ് നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് ഒരുപാട് നാളായില്ലേ? അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അതേ സുഭാഷേട്ടാ, കുറേ നാളായി. അപ്പോൾ ഇത് കേൾക്കുന്നതും നിധിയുടെ കണ്ണ് തള്ളുന്നുണ്ട്. നിധി ചോദിക്കുന്നുണ്ട്, കുറേ നാളായിരുന്നോ? അപ്പോൾ പാമ്പ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ടോ? സുഭാഷ് പറയുന്നുണ്ട്, നേരത്തെ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു മോളെ, നീ ഇവിടെ വന്നതിന് ശേഷം പാമ്പ് അങ്ങനെ വരാറില്ല. ഉടനെ തന്നെ സുധീഷ് ഒരു തമാശ പൊട്ടിക്കുകയാണ്, നിധി വന്നതിന് ശേഷം പാമ്പ് വന്നില്ലല്ലേ? അപ്പോൾ പാമ്പിന് നിധിയെ പേടിയാണോ, അതോ നിധിയെ പാമ്പിന് ഇഷ്ടമല്ലേ? ഇത് കേൾക്കുന്ന നിധി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, സുധീഷ്, ഇനി ഈ വാക്ക് ഇവിടെ മിണ്ടരുത്. അപ്പോൾ സുധീഷ് തിരിച്ച് ചോദിക്കുന്നുണ്ട്, ഏത് വാക്കാ, പാമ്പെന്നോ? അപ്പോൾ നിധി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതെ അത് തന്നെ. എന്താ സുഭാഷേട്ട ഇത്? ഏതോ വിരുന്നുകാർ വരുന്നത് പോലെയാണല്ലോ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടെന്ന് പറയുന്നത്. വന്നത് വിഷപ്പാമ്പാണോ എന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, അത് വിഷപ്പാമ്പൊന്നുമല്ല മോളെ, സാധാരണ ചേരപ്പാമ്പാണ്. ഈ സമയം ഹരീഷാണെങ്കിൽ ജനലിനടുത്തേക്ക് വന്ന് നോക്കാൻ തുടങ്ങുന്നു. സുധീഷ് ചോദിക്കുന്നുണ്ട്, നീ എന്താ നോക്കുന്നത്? അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ഇത്രയും വലിയൊരു പാമ്പ് എങ്ങനെയാണ് റൂമിനകത്തേക്ക് വന്നേ എന്നാണ് ഞാൻ നോക്കുന്നത്. സുധീഷ് ആ ജനൽ പരിശോധിച്ചപ്പോൾ കാര്യം മനസ്സിലാകുന്നുണ്ട്. ദേ കണ്ടില്ലേ, ഇവിടെയൊക്കെ വലിയ തുളയുണ്ട്, പാമ്പ് ഈ വഴിയാണ് വരുന്നത്. ആദ്യം ഈ ജനൽ അടച്ചിടാൻ സുഭാഷേട്ടാ, പക്ഷേ സുഭാഷ് എത്ര ശ്രമിച്ചിട്ടും ജനൽ അടയുന്നില്ലായിരുന്നു. അപ്പോൾ നിധി പറയുന്നുണ്ട്, അതേ സുഭാഷേട്ടാ, കുറേ നാളായിട്ട് ആ ജനൽ അടയ്ക്കാൻ പറ്റുന്നില്ല, ഞാൻ കഷ്ടപ്പെട്ടാണ് അത് അടയ്ക്കാറുള്ളതെന്ന് പറയുമ്പോൾ സുഭാഷ് ചോദിക്കുന്നുണ്ട്, നേരത്തെ പറയേണ്ടതായിരുന്നില്ലേ മോളെ? സുധീഷ് ഇത് കേട്ട് ഗൗരവത്തിൽ പറയുന്നുണ്ട്, വീട് ഇങ്ങനെ ഓട്ടയൊക്കെ ഉള്ളതാണെങ്കിൽ പാമ്പല്ല,
എല്ലാ ജന്തുക്കളും വീടിനകത്തേക്ക് കയറും. ഇതിനെന്തെങ്കിലും ചെയ്യണം സുഭാഷേട്ടാ എന്ന് പറയുമ്പോൾ നിധി തൻ്റെ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. എങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് സുഭാഷ ഈ വീട്ടിൽ ജീവിക്കുക? വീടെന്ന് പറഞ്ഞാൽ സേഫായിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് വിശ്വസിച്ചല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനെ പേടിച്ച് ജീവിക്കാൻ പറ്റുമോ? ഈ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഇവിടെ പാമ്പ് കാണുമോ, അവിടെ പാമ്പ് കാണുമോ എന്നെല്ലാം തോന്നുന്നില്ലേ? ഇപ്പോൾ സുധീഷ് സുഭാഷിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സുഭാഷേട്ടാ, നിധി പറഞ്ഞത് 100% ശരിയാണ്. നേരത്തെ ഇവിടെ പാമ്പ് വന്നപ്പോൾ തന്നെ നമ്മളിതെല്ലാം ശരിയാക്കേണ്ടതായിരുന്നു. എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയല്ലേ. നിധി സങ്കടത്തോടെ പറയുന്നുണ്ട്, ഈ റൂമിൽ ഞാൻ എങ്ങനെ ഇനി ജീവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് നല്ല പേടിയുണ്ടെന്ന് പറയുമ്പോൾ സുധീഷ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതൊക്കെ നമുക്ക് ശരിയാക്കാം നിധി. നീ പോയി ഹാളിലിരിക്കുക, ഞങ്ങൾ ഒന്നുകൂടി ഇവിടെയൊക്കെ ഒന്ന് നോക്കട്ടെ. നികേഷ് ഏട്ടത്തെയും കൂടി ഹാളിലേക്ക് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരെയും പറഞ്ഞു വിടുന്നു. അങ്ങനെ നിധിയും നികേഷും ഹാളിലേക്ക് പോയതിന് ശേഷം സുഭാഷും സുധീഷും ഹരീഷും റൂം വിശദമായിട്ട് പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, സുഭാഷേട്ടാ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്, അവിടെയും ഇവിടെയൊക്കെ ഓരോ ഓട്ടകളാണ്, ജനലെല്ലാം ശരിയാക്കണം, പിൻവശത്തെ ഓട് താഴേക്ക് വീഴുന്നുണ്ട്, ഇതെല്ലാം ശരിയാക്കിയേ പറ്റൂ എന്ന് പറയുമ്പോൾ സുഭാഷ് ആശങ്കപ്പെടുന്നുണ്ട്. ശരിയാക്കണമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ പ്രശ്നം ഉണ്ടാക്കാൻ ആളുകൾ വരില്ലടാ. വല്യച്ഛനെയും ലളിതയെ ഉദ്ദേശിച്ച് സുധീഷ് ഉറപ്പിച്ച് പറയുന്നുണ്ട്, അതൊന്നും ഇനി ആലോചിച്ചാൽ പറ്റില്ല. നിധിയുടെ പേടി കണ്ടില്ലേ, ഇനി അവൾ ഈ റൂമിലേക്ക് വരുമ്പോൾ എപ്പോഴും പേടിയായിരിക്കും. അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? നമുക്കിത് ഉടനെ തന്നെ ചെയ്യണം എന്ന് പറയുമ്പോൾ സുഭാഷും അതിന് സമ്മതിക്കുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടടാ, എത്രയും പെട്ടെന്ന് നമുക്ക് ഇതെല്ലാം ശരിയാക്കാം എന്ന് പറയുന്നു. അങ്ങനെ അവർ റൂമിന് പുറത്തേക്ക് വരുമ്പോൾ നിധി പറയുന്നുണ്ട്, ഹരീഷെ ആ വാതിലടച്ചിട്ട് വാ, പാമ്പ് വീണ്ടും വരുമെന്ന് പറയുമ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ഇല്ല ഏട്ടത്തി, അത് പുറത്ത് പോയില്ല, ഇനി വരില്ല. എങ്കിലും നിധിയുടെ നിർബന്ധപ്രകാരം ഹരീഷ് വാതിലടയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഓഫീസിലേക്ക് പോകാനായിട്ട് നിധി കാറിനടുത്ത് എത്തുകയാണ്. കാറിനകത്തേക്ക് കയറുന്നതിന് മുൻപ് നിധി ഉള്ളിലെല്ലാം സൂക്ഷിച്ച് നോക്കുന്നത് കണ്ട് സുധീഷ് ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്താ നിധി, കാറിനകത്ത് പാമ്പുണ്ടോ എന്ന് നോക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ നിധി ഗൗരവത്തിൽ പറയുന്നുണ്ട്, വീട്ടുമുറ്റത്ത് കിടന്നിരുന്ന കാറല്ലേ, പാമ്പ് പുറത്തേക്ക് പോയതിന് ശേഷം എവിടെ പോകണമെന്നറിയാതെ കാറിൽ വന്ന് കയറിയാലോ? ഇപ്പോൾ സുധീഷാണെങ്കിൽ നിധി ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അങ്ങനെയൊന്നും കയറില്ല നിധി, നീ ചുമ്മാ ഓരോന്ന് ആലോചിച്ച് കൂട്ടാതെ, നീ ഓഫീസിൽ നിന്നും വരുന്നതിന് മുൻപ് നിൻ്റെ റൂമും ജനലും എല്ലാം ഞങ്ങൾ ശരിയാക്കിയിരിക്കും, അതോർത്ത് നീ വിഷമിക്കേണ്ട. വിശ്വസിക്കാനാകാതെ നിധി ചോദിക്കുന്നുണ്ട്, ശരിക്കും എന്ന് ചോദിക്കുമ്പോൾ സുധീഷ് വീണ്ടും പറയുന്നുണ്ട്, സത്യമായിട്ട് ശരിയാക്കിയിരിക്കും, നിനക്ക് എന്നെ വിശ്വസിക്കുക എന്ന് പറയുന്നു. അങ്ങനെ നിധി ഓഫീസിലേക്ക് പോയ ഉടൻ തന്നെ സുധീഷ് വീട്ടിലേക്ക് വന്ന് സുഭാഷിനോടും ഹരോഷിനോടും പറയുന്നുണ്ട്, വീട് ശരിയാക്കുന്ന ജോലി ഉടനെ തന്നെ തുടങ്ങണമെന്ന് പറയുമ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, ശരിയാക്കാടാ, പക്ഷേ വില്ലിച്ചിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് പേടി എന്ന് പറയുമ്പോൾ സുധീഷ് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, സുഭാഷേട്ടാ വീട്ടിനകത്ത് വന്നത് ഒരു പക്ഷേ വിഷപ്പാമ്പായിരുന്നെങ്കിലോ? നിധി ഉറങ്ങുന്ന സമയത്താണ് അത് വന്നിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? പാമ്പ് അവളെ കൊത്തിയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന് പറയുമ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, നീ എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നത്? സുധീഷും വിടാൻ തയ്യാറാവുന്നില്ല. പിന്നെ എന്താ സുഭാഷേട്ടൻ കരുതിയിരിക്കുന്നത്? വരുന്ന പാമ്പ് ഹായ് ഹലോ ഹൗ ആർ യു എന്നൊക്കെ ചോദിച്ചിട്ട് പോകുമെന്നോ? പാമ്പാ സുഭാഷേട്ട, ഡേഞ്ചറാണ്. പാമ്പിനെ കണ്ടിട്ടും നമ്മൾ വീട് ശരിയാക്കിയില്ലെങ്കിൽ അത് ശരിയാകില്ല. ഹരീഷും സുധീഷിനെ പിന്തുണയ്ക്കുന്നുണ്ട്. സുഭാഷേട്ടാ, സുധീഷേട്ടൻ പറയുന്നതിലും കാര്യമുണ്ട്, പാമ്പിൻ്റെ ശല്യം കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പേടിക്കണം. സുഭാഷ് ഒടുവിൽ അതിന് സമ്മതിക്കുന്നു. എന്നാൽ നമുക്ക് ഇപ്പം തന്നെ പണി തുടങ്ങാമെന്ന്. അങ്ങനെ അവർ വീടും പരിസരമൊക്കെ വൃത്തിയാക്കാൻ തുടങ്ങുന്നു. സുഭാഷ് ഉടനെ തന്നെ അവിനാശിൻ്റെ ഫോണിലേക്ക് വിളിച്ച് പണിക്കാരെയും കൂട്ടി വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നു. സുരക്ഷിതത്വത്തിന് വേണ്ടി ഒരു പാമ്പ് പിടുത്തക്കാരനെയും അവർ വിളിച്ചു വരുത്തുന്നുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം പണിക്കാരും പാമ്പ് പിടുത്തക്കാരനും അവിടെ എത്തുന്നുണ്ട്. സുധീഷാണെങ്കിൽ പാമ്പ് പിടുത്തക്കാരനോട് പറയുന്നുണ്ട്, രാവിലെ ഒരു പാമ്പിനെ എൻ്റെ വൈഫ് റൂമിൽ കണ്ട് പേടിച്ചതാണ്. ആ പാമ്പ് പുറത്തേക്കാണ് പോയത്. അതിൻ്റെ അച്ഛനും അമ്മയും ചേട്ടനും ചേട്ടത്തിയും അനിയത്തിമാരും ഒക്കെ ഇവിടെയൊക്കെ തന്നെ കാണും. അവരെ എല്ലാവരെയും പിടിക്കണം. എത്ര ചിലവായാലും കുഴപ്പമില്ല, പാമ്പിനെ കിട്ടിയിരിക്കണമെന്ന് പറയുന്നു. ഈ സമയം അവിനാശും ചാന്ദിനിയും അങ്ങോട്ട് വരുന്നുണ്ട്. സുധീഷ് അവരോട് ചോദിക്കുന്നുണ്ട്, എന്താ ഭായ ഈ ഭാഗത്തേക്കൊക്കെ എന്ന് പറയുന്നു. അപ്പോൾ ഹരീഷ് ചോദിക്കുന്നുണ്ട്, ജനൽ ശരിയാക്കണം, ഓട്ട അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് സുഭാഷേട്ടൻ വിളിച്ചിട്ട് വന്നതാണോ? പക്ഷേ കൂടെ ചാന്ദിനിയെയും കണ്ടപ്പോൾ എനിക്ക് സംശയം തോന്നിയെന്ന് പറയുമ്പോൾ അവിനാഷ് പറയുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ടാണ് വരുന്നതെന്നറിഞ്ഞപ്പോൾ ചാന്ദിനിക്കും കൂടെ വരണമെന്ന് പറഞ്ഞു. പണിക്കാരൊക്കെ പിന്നാലെ വരുന്നുണ്ടെന്ന് പറയുന്നു. അങ്ങനെ അവരകത്തേക്ക് പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഭാസ്കരൻ ചാന്ദിനിയോടും അവിനാഷിനോടും വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നിധിയുടെ റൂമിലേക്ക് വന്നപ്പോൾ സുഭാഷൻ ചോദിക്കുന്നുണ്ട്, എന്താ അവിനാഷ് ചാന്ദിനിയും കൂട്ടി വന്നത്? അപ്പോൾ അവിനാഷ് പറയുന്നുണ്ട്, അവളും വരണമെന്ന് പറഞ്ഞു ഭയ്യ, വീട്ടിൽ തനിച്ചിരിക്കുകയല്ലേ, അതാ കൂട്ടിക്കൊണ്ടു വന്നതെന്ന് പറയുന്നുണ്ട്. അത് നന്നായി, ഇവിടെയാകുമ്പോൾ എല്ലാവരോടും സംസാരിക്കാമല്ലോ. നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കണോ ഞാൻ എന്ന് ചോദിക്കുമ്പോൾ ഭയ്യ അതൊന്നും വേണ്ട, പണിക്കാരെ എല്ലാവരും ഇപ്പോൾ വരും, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതെല്ലാം ചെയ്യാം. പാമ്പ് വന്നതിനെക്കുറിച്ച് ചാന്ദിനി ചോദിക്കുമ്പോൾ സുഭാഷ് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുന്നു. തുടർന്ന് ചാന്ദിനി അടുക്കളയിലേക്ക് പോയി പണിക്കാർക്ക് ചായ ഉണ്ടാക്കാനും തുടങ്ങുന്നു. ചാന്ദിനി പറയുന്നുണ്ട്, ചായ കുടിക്കാൻ എന്തെങ്കിലും എടുക്കണോ? പണിക്കാർ എല്ലാവരും ഇപ്പോൾ വരും, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതെല്ലാം ചെയ്യാം. പാമ്പ് വന്നതിനെക്കുറിച്ച് ചാന്ദിനി ചോദിക്കുമ്പോൾ സുഭാഷ് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുന്നു. തുടർന്ന് ചാന്ദിനി അടുക്കളയിലേക്ക് പോയി പണിക്കാർക്ക് ചായ ഉണ്ടാക്കാനും തുടങ്ങുന്നു.
പണി തുടങ്ങി അരമണിക്കൂർ കഴിഞ്ഞിട്ടും വല്യച്ഛനും ലളിതയും വരാത്തത് കണ്ട് സുധീഷ് പറയുന്നുണ്ട്, വല്യച്ഛനും അമ്മായിയും വരുമെന്ന് തോന്നുന്നില്ല. സാധാരണ നമ്മൾ സിമെൻറ്റ് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരുമ്പോഴേ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ജോലി തുടങ്ങിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞു, ആരെയും കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, പണി തുടങ്ങിയപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ഇത്രയും നേരമായിട്ട് വന്നിട്ടില്ലല്ലോ, അവർ വരില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. പതിയെ പതിയെ നമ്മളെ ബന്ധുക്കളായിട്ട് അംഗീകരിച്ച് തുടങ്ങുമെന്നും തോന്നുന്നു എന്നെല്ലാം സുഭാഷ് പറയുന്നുണ്ട്. എന്നാൽ സുഭാഷിൻ്റെ ആ പ്രതീക്ഷകൾ അസ്ഥാനത്താക്കിക്കൊണ്ട് അതാ വരുന്നു ലളിതയും ഗംഗാധരനും. അവരെ കണ്ടതും എല്ലാവരും ഞെട്ടുന്നുണ്ട്. ഹരീഷ് പതിയെ സുധീഷിനോട് ചോദിക്കുന്നുണ്ട്, സുധീഷേട്ടാ അവരെപ്പോഴാണ് വന്നത്? അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, എനിക്കറിയില്ല. സുഭാഷ് സൗമ്യതയോടെ അവരെ വിളിക്കുന്നുണ്ട്, വരൂ വല്ലച്ച, അമ്മായി വരൂ എന്നെല്ലാം വിളിക്കുന്നു. പക്ഷേ ലളിതയാണെങ്കിൽ കട്ടക്കലിപ്പിലായിരുന്നു. അവർ ഗംഗാധരനെ നോക്കി പറയുന്നുണ്ട്, കണ്ടില്ലേ ഏട്ടാ, വീണ്ടും ഇവന്മാർ ആ പണി തുടങ്ങി, ഉളി കൊണ്ട് വീടിയിടിക്കുന്നു. ഇത് കേട്ട ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്, എതി ബുദ്ധിയില്ലാത്തവളെ, ഉളി കൊണ്ട് ആരെങ്കിലും വീടിടിക്കുമോ? ആ ജനൽ ശരിയാക്കുക എന്ന് പറയുമ്പോൾ ലളിത ചോദിക്കുന്നുണ്ട്, ആരോട് ചോദിച്ചിട്ടാണ് എൻ്റെ വീടിൻ്റെ ജനൽ ശരിയാക്കുന്നത്? അപ്പോൾ ഭാസ്കരനും തിരിച്ചു ചോദിക്കുന്നുണ്ട്, ആരോടാണ് ചോദിക്കേണ്ടത്? എൻ്റെ വീടിൻ്റെ ജനൽ ശരിയാക്കുന്നതിന് ഞാൻ ആരോടൊക്കെ ചോദിക്കണം? നിൻ്റെ വീട്ടിൽ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചിട്ടാണോടി നീ ചെയ്യുന്നതെന്ന് ഭാസ്കരൻ ചുട്ട മറുപടി തന്നെ ലളിതയ്ക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ഗംഗാധരനാണെങ്കിൽ തൻ്റെ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ വീടും ഇതിന് ചുറ്റുമുള്ള സ്ഥലവും ഞങ്ങളുടെ സ്വന്തമാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു പണിയും ചെയ്യാനുള്ള അധികാരമില്ല. കണ്ടില്ലേ, പണിക്കാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. നമ്മുടെ കണ്ണതിൽ വീട് തന്നെ ഇവരിടിച്ചു നിർത്തുമെന്ന് ലളിതയും പറയുന്നു. സുഭാഷ് ആണെങ്കിൽ അവരെ ശാന്തരാക്കാൻ ശ്രമിക്കുന്നുണ്ട്. വെല്ലിച്ച, ഞങ്ങൾ വലിയ പണിയൊന്നും നടത്തുന്നില്ല, ആ ജനൽ അടയ്ക്കാൻ പറ്റുന്നില്ല, ആ ജനലിലൂടെ ഒരു പാമ്പ് അകത്തേക്ക് കയറി, അതുകൊണ്ടാണ് ഇത് ശരിയാക്കുന്നത്, വേറൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ സുധീഷ് സുഭാഷിനെ തടഞ്ഞുകൊണ്ട് ഗംഗാധരനോട് പറയുന്നുണ്ട്, സുഭാഷിൻ്റെ ഏട്ടൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞ് താഴ്ന്നു കൊടുക്കുന്നത്? ദേ നോക്ക്, ഇത് ഞങ്ങളുടെ വീടാണ്, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ പണി ചെയ്യിപ്പിക്കുന്നു, നിങ്ങളെ പേടിച്ച് പണി നിർത്താനൊന്നും പറ്റില്ല, നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ അത് പോയി ചെയ്യുമെന്ന് പറയുന്നു. ഇത് കേട്ട് ഗംഗാധരൻ ദേഷ്യം മൂത്ത് പറയുന്നുണ്ട്, ഇവരുടെ അഹങ്കാരം കണ്ടില്ലേ, ഇവരിനി ഈ വീട്ടിൽ താമസിക്കേണ്ട, ഇവിടെ നിന്ന് ഇറക്കി വിടണമെന്ന് പറയുന്നു. ഹരീഷും വിട്ടുകൊടുക്കുന്നില്ല, ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? ഇത് ഞങ്ങൾ താമസിക്കുന്ന വീടാണ്, ഇതിന് ചുറ്റുമുള്ള സ്ഥലവും ഞങ്ങളുടേതാണ്, നിങ്ങൾ താമസിക്കുന്ന വീടും അതിന് ചുറ്റുമുള്ള സ്ഥലവും നിങ്ങളുടേതല്ലേ, അതുപോലെ തന്നെയാണ് ഇതെന്ന് പറയുന്നു. അപ്പോൾ ലളിതയാണെങ്കിൽ പരിഹാസത്തോടു കൂടി പറയുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കോടതിയിൽ പോയി പറയണം, നിൻ്റെ അച്ഛൻ സമ്പാദിച്ച സ്വത്തിൻ്റെ കാര്യം പറയുന്നത് പോലെയാണല്ലോ നീ സംസാരിക്കുന്നത്, ഇയാൾ കുടിച്ചിട്ട് എല്ലാം നശിപ്പിച്ചിട്ടേ ഉള്ളൂ, വഴക്കിനാണെങ്കിൽ നീ നിൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലതേ നോക്ക്, ഈ വീട് ഞങ്ങളുടെ വീടാണ്, കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, കോർട്ടിൽ കേസുള്ള വീട്ടിൽ നിങ്ങളെങ്ങനെ പണി ചെയ്യുമെന്ന് പറയുമ്പോൾ സുഭാഷ് വീണ്ടും അപേക്ഷിക്കുന്നുണ്ട്, അമ്മായി ഒന്ന് മനസ്സിലാക്കുക, നിധിയുടെ റൂമിലേക്ക് ഒരു പാമ്പ് വന്നു, പാവം കുട്ടി ഒരുപാട് ഭയന്നുപോയി, ആ ജനലടയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പാമ്പ് അകത്തേക്ക് വരുന്നത്, ആ ജനലടച്ചാൽ അവൾക്ക് പേടിക്കാതെ കിടന്നുറങ്ങാമല്ലോ, അത് മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ഗംഗാധരൻ ക്രൂരമായിട്ട് തന്നെ പറയുന്നുണ്ട്, എടാ പാമ്പ് വന്നെങ്കിൽ വീട് ഒഴിഞ്ഞു പോകൂ, ഞങ്ങളുടെ വീട് നിങ്ങളെങ്ങനെ ശരിയാക്കും? ഇത് കേൾക്കുന്ന ഭാസ്കരൻ ദേഷ്യം അടക്കാനാവാതെ പറയുന്നുണ്ട്, ഇത് എൻ്റെ അച്ഛൻ എനിക്ക് തന്ന വീടാണ്, ഇവിടെ പാമ്പ് വരുന്നതും വള്ളി വരുന്നതും ഒക്കെ ഞങ്ങൾ നോക്കിക്കോളാം, നീ വന്ന് വിശദീകരിക്കണ്ട, ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ ഗംഗാധരനെ പിടിച്ചു തള്ളുന്നു. ഗംഗാധരൻ വീഴാൻ പോയപ്പോൾ ലളിത താങ്ങി പിടിക്കുന്നുണ്ട്. തുടർന്ന് ലളിത ഭീഷണിപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾക്ക് ഞങ്ങൾ വെച്ചിട്ടുണ്ട്, നിങ്ങളെ ഈ വീട്ടിൽ താമസിപ്പിച്ചത് തന്നെ തെറ്റായിപ്പോയി, മേൽപത്രവുമായിട്ട് ഞാനിപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഭാസ്കരനാണെങ്കിൽ വെല്ലുവിളിക്കുകയാണ്, പോയി എടുത്തിട്ട് വാടാം എന്ന് പറയുന്നതും, നമുക്ക് ഇവർക്കുള്ള പണി കൊടുക്കാൻ ചേട്ടാ വാ, അങ്ങനെ അവർ എന്ന് പറഞ്ഞുകൊണ്ട് ലളിത ഗംഗാധരനെ വിളിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ തൽക്കാലം അവരവിടെ നിന്ന് പോവാണ്. ഭാസ്കരൻ പണിക്കാരനോട് പറയുന്നുണ്ട്, നിങ്ങൾ പോയി നിങ്ങളുടെ ജോലി ചെയ്യുക എന്ന് പറയുന്നു. സുഭാഷേട്ട ജോലി തുടങ്ങുക, ആരാ തടയാൻ വരുന്നതെന്ന് നമുക്ക് നോക്കാം, നമ്മൾ മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണ് ഇവരെങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് സുഭാഷിനോടായിട്ട് പറയുന്നുണ്ട്. അധികം വൈകിയില്ല, ലളിതയും ഗംഗാധരനും പോലീസുകാരെയും കൂട്ടിക്കൊണ്ടാണ് തിരിച്ചെത്തുന്നത്. അവരെ കണ്ടതും ഭാസ്കരൻ പറയുന്നുണ്ട്, എനിക്കറിയാമായിരുന്നു നിങ്ങൾ പോലീസിനെയും കൂട്ടി വരുമെന്ന്, പോലീസുകാരെന്താ നിങ്ങളുടെ കൂട്ടുകാരാണോ, വിളിച്ചാൽ ഉടനെ ഓടി വരാൻ? ഇത് കേട്ട് പോലീസ് ഓഫീസർ ദേഷ്യപ്പെടുകയാണ്, എടോ മര്യാദയ്ക്ക് സംസാരിക്കുക, ഭാസ്കരനെ വിട്ടുകൊടുക്കുന്നില്ല, എന്ത് മര്യാദയ്ക്ക് സംസാരിക്കണം സാറേ, ഇവൻ ജോലിയും കൂലിയും ഇല്ലാതെ നടക്കുന്നവനാണ്, ഇവൻ വിളിച്ചാൽ ഉടനെ നിങ്ങൾ വരുന്നത് ശരിയാണോ? പോലീസിനെ കണ്ടാൽ ഞങ്ങൾ പേടിച്ചു പോകുമെന്ന് വിചാരിച്ചു, ഞാൻ വേണമെങ്കിൽ മിലിറ്ററിയെ വിളിക്കാമെന്ന് പറയുന്നു. സുഭാഷ് ആണെങ്കിൽ ഓടി വന്ന് പോലീസിനോട് ക്ഷമ ചോദിക്കുകയാണ്, സാറ് ക്ഷമിക്കണം, അച്ഛന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. പോലീസ് ഓഫീസർ പറയുന്നുണ്ട്, മുതിർന്ന ഒരാളായതുകൊണ്ട് ഞാൻ വെറുതെ വിടുകയാണ്. ഇങ്ങനെയൊക്കെയാണോ പോലീസുകാരോട് സംസാരിക്കുന്നത്? അകത്താക്കിയാൽ പിന്നെ ആര് വിചാരിച്ചാലും ഇയാൾ പുറത്തിറങ്ങില്ല. തുടർന്ന് ഗംഗാധരൻ കുത്തി പറയുന്നുണ്ട്, ജയിലൊന്നും ഇവന് പുത്തരിയല്ല സാറേ, ഇടയ്ക്കിടയ്ക്ക് പോയി വരുന്ന സ്ഥലമാണ്,
ലളിതയും പരാതി പറയുന്നു. സാർ, ഞങ്ങളുടെ കംപ്ലൈൻറ്റ് തന്നിട്ടുണ്ട്. ഇവർ ഞങ്ങളുടെ വീട് സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണ്. ഇത് ഞങ്ങളുടെ അച്ഛൻ്റെ പേരിലുള്ള വീടാണ്. ഈ വീട് ഞങ്ങൾക്ക് 3 പേർക്കും സ്വന്തമാണ്. അങ്ങനെയുള്ള ഈ വീട്ടിൽ താമസിച്ചുകൊണ്ട് ഈ വീട് ഇടിച്ചൊതുക്കി പണിയാൻ ശ്രമിക്കുകയാണ് ഇവർ. ഗംഗാധരനും പറയുന്നു, കണ്ടില്ലേ സാർ, പണിക്കാരൊക്കെ കൂട്ടിയിട്ടുണ്ട്. ഈ വീട് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് കോടതിയിൽ ഞങ്ങൾ കേസ് കൊടുത്തിരിക്കുകയാണ്. ഈ വീട്ടിൽ ഒരു പണിയും ചെയ്യാൻ പാടില്ല എന്ന കോർട്ട് ഉത്തരവുള്ളതാണ്. ആ ഉത്തരവ് ലംഘിച്ച് ഇവരെന്തെങ്കിലും ചെയ്താൽ ഈ വീടിന് സീല് വയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന പോലീസ് ഓഫീസർ ചോദിക്കുന്നുണ്ട്, കോർട്ട് ഓർഡർ ഉണ്ടോ? ലളിത ഉടൻ തന്നെ ആ ഓർഡർ ഓഫീസറുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. അത് വായിച്ചു നോക്കിയ പോലീസ് ഓഫീസർ പറയുന്നു, കോർട്ട് ഓർഡറിൽ എല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ പണി ചെയ്യുന്നത്? ഇത് നിയമം ലംഘിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ, സാർ, ഇവർക്ക് ഈ വീടുമായിട്ട് ഒരു ബന്ധവുമില്ല. എൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ പറഞ്ഞത് ഈ വീട് എനിക്കാണെന്നാണ് എന്നെല്ലാം ഭാസ്കരൻ പറയുമ്പോൾ ഗംഗാധരൻ അതിനെ പരിഹസിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അത് ശരിയാണ്. നമ്മുടെ അച്ഛൻ വന്നിട്ട് ഈ റോഡെല്ലാം നമുക്ക് സ്വന്തമാണെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സ്വന്തമാകുമോ? അതെല്ലാം രേഖയായിട്ട് പേപ്പറിൽ ഉണ്ടാകണമെന്ന് പറയുമ്പോൾ പോലീസ് ഓഫീസറും പറയുന്നുണ്ട്, ഇയാൾ പറഞ്ഞത് ശരിയാണ്. വാക്കുകൊണ്ട് പറഞ്ഞത് തെളിവാകില്ല. അതുകൊണ്ട് നിങ്ങളുടെ സ്വന്തമാവുകയുമില്ല. ഇപ്പോൾ ഈ വീട് നിങ്ങളുടെ അച്ഛൻ്റെ പേരിലാണെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് 3 പേർക്കും അവകാശപ്പെട്ടതാണ്. ഇവർ കേസിന് പോയി സ്റ്റേ മേടിച്ചിട്ടുണ്ട്. നിങ്ങൾ കേസ് നടത്തിയിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് വേണം ഈ വീട് തൊടാനെന്ന് പറയുന്നു. ഇപ്പോൾ സുഭാഷാണെങ്കിൽ കൈ കൂപ്പിക്കൊണ്ട് അപേക്ഷിക്കുകയാണ്, സാർ, ഇവർ പറയുന്നത് പോലെ ഞങ്ങൾ വീട് ഇടിക്കുകയൊന്നുമല്ല, ചെറിയ പണികളാണ് ചെയ്യുന്നത്. ജനലിലൂടെ ഒരു പാമ്പ് അകത്തേക്ക് കയറി ആ ജനൽ ശരിയാക്കുകയാണ്. പിന്നെ ചെറിയ ചെറിയ ഓട്ടകളുണ്ട്, അത് അടയ്ക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ ജീവിക്കുന്ന വീട്ടിൽ ചെറിയ കാര്യം പോലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സാർ? പക്ഷേ പോലീസ് ഓഫീസർ കർശനമായിട്ട് തന്നെ പറയുന്നുണ്ട്, നിന്നോട് ആരാടാ പറഞ്ഞത് ഈ വീട്ടിൽ താമസിക്കാൻ? വീട് ആരുടേതാണെന്ന് തീരുമാനമാകുന്നത് വരെ വേറെ എവിടെയെങ്കിലും താമസിക്കണം നിങ്ങൾ. ഇവർ പറയുന്നത് നിയമപരമായിട്ട് ശരിയാണ്. വീട് ആരുടേതാണെന്ന് തീരുമാനം ആയതിനു ശേഷം നിങ്ങൾ പണികൾ ചെയ്യുന്നതല്ലേ ശരി? ഭാസ്കരനാണെങ്കിൽ പോലീസിന് നേരെ തിരിയുന്നു. ഞാൻ വന്നത് മുതൽ ശ്രദ്ധിക്കുകയാണ് സാർ. ഇവർക്ക് വേണ്ടിയാണല്ലോ സാറ് സംസാരിക്കുന്നത്. എന്താ കാശ് വല്ലതും തന്നോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പോലീസ് ചൂടാവുന്നുണ്ട്, എടോ മര്യാദയ്ക്ക് സംസാരിക്കുക, ഇല്ലെങ്കിൽ ജയിലിൽ പോയി ഇരിക്കേണ്ടി വരും. തുടർന്ന് പോലീസ് ഓഫീസർ ചോദിക്കുന്നുണ്ട്, ദേ നോക്ക്, ഈ വീട് നിങ്ങളുടെ അച്ഛൻ നിങ്ങൾക്ക് തന്നതാണെന്ന് പറയുന്നു. അതിനെന്തെങ്കിലും തെളിവുണ്ടോ എന്ന് പറയുമ്പോൾ, തെളിവുണ്ട്, എനിക്ക് എഴുതി തന്നത്, അതൊന്ന് കാണിക്കുമെന്ന് പോലീസ് പറഞ്ഞപ്പോൾ ഭാസ്കരൻ കൈമലർത്തുന്നു. അത് എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ, ഇപ്പം കണ്ടില്ലേ, തെളിവുണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയുന്നു, എവിടെയെന്ന് ചോദിച്ചാൽ അറിയില്ല എന്നും പറയുന്നു എന്ന് പോലീസ് ഓഫീസറും പറയുന്നുണ്ട്. തുടർന്ന് സുഭാഷ് ലളിതയോട് ചോദിക്കുന്നുണ്ട്, അമ്മായി, ഞങ്ങളിവിടെ ചെറിയ പണികളല്ലേ നടത്തുന്നുള്ളൂ, അതിനെന്തിനാ പോലീസുകാരെയൊക്കെ വിളിച്ചത്? അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, ഇതാണോ ചെറിയ പണി? ഇപ്പോൾ ഇതിന് സമ്മതിച്ചാൽ നിങ്ങൾ നാളെ ഈ വീട് ഇടിച്ചിട്ട് വലിയ അപ്പാർട്ട്മെൻറ്റ് പണിയും. ഞാൻ ജീവനോടുള്ള കാലത്തോളം ഈ വീട് ഞാൻ വിട്ടു തരില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗംഗാധരൻ്റെ ഈ വാക്കുകൾ കേട്ടതും ഭാസ്കരൻ്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുന്നു. നീ ജീവനോടെ ഉണ്ടെങ്കിലല്ലേടാ എന്ന് ആക്രോശിച്ചുകൊണ്ട് ഭാസ്കരൻ ഒരു വലിയ കല്ലും എടുത്ത് ഗംഗാധരനെ കൊല്ലാനായിട്ട് ഓടി ചെല്ലുന്നുണ്ട്. അപ്പോൾ സുഭാഷും സുധീഷും ഹരീഷും ചേർന്ന വലിയ കഷ്ടപ്പാടിലാണ് ഭാസ്കരനെ തടഞ്ഞു നിർത്തുന്നത്. ഗംഗാധരൻ പേടിച്ചു വിറച്ചുകൊണ്ട് പറയുന്നുണ്ട്, സാറേ കണ്ടില്ലേ, നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് തന്നെ ഇയാൾ എന്നെ കൊല്ലാൻ വരുന്നത്. ഇയാൾ ഇയാളുടെ ഭാര്യയെ കൊന്നിട്ട് ജയിലിൽ പോയവനാണ്. തുടർന്ന് ഭാസ്കരൻ ലളിതയ്ക്ക് നേരെയും തിരിയുന്നു. അത് നീ കണ്ടായിരുന്നോടി, ഒന്ന് പോടി എന്ന് പറയുമ്പോൾ ലളിത പറയുന്നുണ്ട്, ഇയാൾക്ക് ഞങ്ങളുടെ അച്ഛൻ സ്വത്തുക്കളൊന്നും കൊടുത്തിട്ടില്ല സാർ. സാർ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇവൻ ഞങ്ങളെ കൊന്നേനെ. ഭാസ്കരൻ വീണ്ടും അടിക്കാനായിട്ട് ഓങ്ങുന്നുണ്ട്. എന്താ അഭിനയം, ഒരെണ്ണം തന്നാലുണ്ടല്ലോ. അപ്പോൾ ലളിതയാണെങ്കിൽ നിലവിളിക്കുകയാണ്, സാറേ കണ്ടില്ലേ അടിക്കാൻ വരുന്നത്. ഒടുവിൽ പോലീസ് ഓഫീസർ ശക്തമായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് എടുക്കുന്നത്. എടോ നിർത്തടോ, എൻ്റെ കൈ മുന്നിൽ വെച്ച് കൈ ഉയർത്തുന്നു. ആദ്യം ഈ വീട് ആരുടേതാണെന്ന് തീരുമാനിച്ചിട്ട് പണി ചെയ്താൽ മതി. പണിക്കാർ എല്ലാവരും ഇവിടുന്ന് പോകണം. സുഭാഷ് വീണ്ടും കൈകൂപ്പി അപേക്ഷിക്കുന്നുണ്ട്, സർ പ്ലീസ് സർ, ഞങ്ങൾ വലിയ പണികളൊന്നും ചെയ്യില്ല സർ, ആ ജനൽ മാത്രം ഒന്ന് ശരിയാക്കിക്കോട്ടെ, ഞങ്ങൾക്ക് അതിന് മാത്രം പെർമിഷൻ തരണമെന്ന് പറയുമ്പോൾ ലളിത പറയുന്നുണ്ട്, പറ്റില്ല, നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത് തന്നെയാണ് നിങ്ങൾക്ക് നല്ലത്. സർ ഇവിടുന്ന് പോയാൽ ഉടനെ ഇവർ വീണ്ടും പണി തുടങ്ങും. ഞാൻ ഈ കംപ്ലൈൻറ്റ് തന്നത് ഇവരെ ഈ വീട്ടിൽ നിന്നും ഇറക്കാനാണ്. ഇനി ഇവർക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ല. ഇവർ ഇവിടെ ഉള്ളിടത്തോളം കാലം ഞങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ടാകില്ല എന്ന് പറയുന്നു. തുടർന്ന് ഭാസ്കരൻ വീണ്ടും ലളിതയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ലളിതയെ കുറച്ച് ഓവറാവുന്നുണ്ട്. ഞാൻ നിൻ്റെ മോളുടെ വീട്ടിലേക്ക് പോയാലുണ്ടല്ലോ, നിൻ്റെ മോളുടെ ജീവിതത്തിൻ്റെ കാര്യം തീർന്നു കിട്ടും. ഗംഗാധരൻ അത് പോലീസിൻ്റെ നേരെ തിരിച്ചുവിടുന്നു. സാറിൻ്റെ മുന്നിൽ വെച്ച് അയാൾ സംസാരിക്കുന്നത് കേട്ടില്ലേ, ഞങ്ങളുടെ വീട്ടിലെ പെൺകൊച്ചിൻ്റെ ജീവിതം ഇല്ലാതാക്കുമെന്ന്. ഇവനെയൊക്കെ എങ്ങനെയാണ് ഈ വീട്ടിൽ താമസിപ്പിക്കുക സാർ, ഇവരെ ഇവിടുന്ന് ഇറക്കി തരണമെന്ന് പറയുന്നു. അങ്ങനെ ഭാസ്കരൻ വീണ്ടും വഴക്കിന് ചെന്നപ്പോൾ പോലീസ് ഓഫീസർ കോൺസ്റ്റബിളിനോട് രഹസ്യമായിട്ട് എന്തോ പറഞ്ഞ് അയാളുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്ത് അവിടെ നിന്ന് അയക്കുന്നുണ്ട്. ഓഫീസർ പറയുന്നുണ്ട്, എൻ്റെ കൺമുന്നിൽ വെച്ച് ഇവരെ അടിക്കാനായിട്ട് വരികയാണ് നിങ്ങൾ. ഇവർക്ക് വലിയൊരു ശല്യമാണ് ഈ കുടുംബത്തിലുള്ളവർ. ഇതൊക്കെ നിയമത്തിൻ്റെ മുൻപിൽ തെറ്റാണ്. കുടുംബ പ്രശ്നമായതുകൊണ്ടാണ് ഞാൻ ഇവിടെ ക്ഷമയോടുകൂടി നിൽക്കുന്നത്. ഈ വീട് ആരുടേതാണെന്ന് കോടതി തീരുമാനിക്കട്ടെ.
അതിനുശേഷം നിങ്ങൾ ഈ വീട്ടിൽ താമസിച്ചാൽ മതി. ആദ്യം നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകൂ. ഈ ഉത്തരവ് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോകുന്നുണ്ട്. എന്നാൽ ലളിതയും ഗംഗാധരനും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമായിരുന്നു. ഇത് കേട്ട് ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്, ഇറങ്ങിപ്പോകാനോ? സർ, ഇതാണ് ഞങ്ങളുടെ വീട്. കോർട്ടിൽ കേസുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാൻ പറ്റുമോ? കേസ് ഒരുപാട് വർഷങ്ങൾ കാണും, അതുവരെ ഞങ്ങൾ എവിടെ താമസിക്കുമെന്ന് സുധീഷൻ ചോദിക്കുമ്പോൾ ഗംഗാധരൻ ക്രൂരമായിട്ട് തന്നെ പറയുന്നുണ്ട്, എവിടെയെങ്കിലും പോടാ. ഈ നാട് വിട്ടു പോകുകയോ കേരളം വിട്ടു പോകുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഈ നാടിനൊരു സമാധാനം കിട്ടുമല്ലോ എന്ന് പറയുന്നുണ്ട്. തുടർന്ന് പോലീസ് ഓഫീസറും പറയുന്നു, ദേ നോക്ക്, കേസ് അവസാനിക്കുന്നതുവരെ നിങ്ങൾ ഈ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാതെ ജീവിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നിങ്ങൾ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി കോർട്ട് ഓർഡറിൻ്റെ പോലും നിങ്ങൾ ഒരു വിലയും കൊടുത്തില്ല. ഇനി നിങ്ങൾക്ക് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. വീട് സീല് വയ്ക്കാൻ പോവാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്തോളൂ എന്ന് പറയുന്നു. ഇത് കേട്ട ഭാസ്കരൻ തകർന്നു പോവാണ്. എന്ത് സീല് വയ്ക്കാൻ പോകുന്നെന്നോ? സാർ, ഇതെൻ്റെ വീടാണ്, സീല് വയ്ക്കാൻ പറ്റില്ല. ഇതെൻ്റെ അച്ഛൻ എനിക്ക് തന്ന വീടാണെന്നൊക്കെ പറയുമ്പോൾ പോലീസ് ഓഫീസർ പറയുന്നുണ്ട്, നിങ്ങൾ കോടതിയിൽ വക്കീലിനെ വെച്ച് വാദിക്കുക. ഇത് നിങ്ങളുടെ വീടാണെന്ന് തെളിയിക്കുക. അത് കഴിഞ്ഞ് വീട്ടിൽ താമസിക്കുകയോ വീടിടിച്ച് അപ്പാർട്ട്മെൻറ്റോ ബംഗ്ലാവോ എന്താണെന്ന് വെച്ചാൽ പണിതോ, ആരും ചോദിക്കാൻ വരില്ല. ഇങ്ങനെ കുടുംബ വഴക്കിനൊന്നും പോലീസുകാർക്ക് വന്നു നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. തുടർന്ന്, സാർ പറയുന്നത് കേട്ടില്ലേ, നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങണം. സീല് വെച്ചതിന് ശേഷം ആർക്കും അകത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് കോൺസ്റ്റബിളും പറയുന്നു. സുഭാഷ് വീണ്ടും അപേക്ഷിച്ച് നോക്കുന്നുണ്ട്, സാർ, ഞങ്ങൾ ചെയ്തത് തെറ്റാണ്. പണി ഉടനെ നിർത്താം. പെട്ടെന്ന് ഞങ്ങളോട് ഇറങ്ങി പോകാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങോട്ട് പോകും? പ്ലീസ് സാർ എന്നെല്ലാം അപേക്ഷിക്കുമ്പോൾ പോലീസ് ഓഫീസർ അത് നിരസിച്ചപ്പോൾ സുഭാഷ് ആണെങ്കിൽ ഗംഗാധരൻ്റെ അടുത്ത് എന്ന് പറയുന്നുണ്ട്, വെല്ലിച്ച സഹായിക്കണം. ഞങ്ങൾ ഇനി ഇവിടെ ഒരു പണിയും ചെയ്യില്ല. പെട്ടെന്ന് ഞങ്ങളോട് ഈ വീട് വിട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങോട്ട് പോകാനാ? അമ്മായി ഒന്ന് പറയൂ, ഞങ്ങൾ ജനിച്ചത് മുതൽ ഈ വീട്ടിലല്ലേ താമസിക്കുന്നത്. ഇപ്പം ഞങ്ങൾ എങ്ങോട്ട് പോകാനാന്നെല്ലാം പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും നോക്ക്, നിൻ്റെ അച്ഛൻ എന്നെ പിടിച്ച് തള്ളുന്നു, കൊല്ലാൻ ശ്രമിക്കുന്നു, എൻ്റെ പെങ്ങളെ തള്ളുന്നു, അടിക്കുന്നു. ഇതൊക്കെ കണ്ട് ഞങ്ങൾ വെറുതെ ഇരിക്കണമെന്നാണോ? നിങ്ങൾ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിയേ പറ്റൂ എന്ന് തന്നെ തീർത്ത് പറയാണ്. തുടർന്ന്, സാർ, അങ്ങനെയൊന്നും ഞങ്ങൾക്ക് ഈ വീട് വിട്ട് പോകാൻ പറ്റില്ല. ഇതൊക്കെ എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത്? രാവിലെ വരെ ഇത് ഞങ്ങളുടെ വീടായിരുന്നു. ഇപ്പോൾ ഇവർ തന്ന കംപ്ലൈൻറ്റ് കാരണം ഇത് ഞങ്ങളുടെ വീടല്ലാതാകുമോ എന്ന് ഹരീഷ് പറയുമ്പോൾ ലളിത ആക്രോശിക്കുന്നുണ്ട്. വീട്ടിൽ നിന്നും ഇറങ്ങണമെന്ന് പറഞ്ഞില്ലടാ, മലയാളത്തിലല്ലേ പറഞ്ഞത്, നിനക്ക് മനസ്സിലായില്ലേ? സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തേക്ക് വലിച്ചിറങ്ങിയാലേ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോകൂ. ഞാൻ തന്നെ എടുത്ത് പുറത്തേക്ക് എറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ലളിത അകത്തേക്ക് പോകാൻ തുനിഞ്ഞപ്പോൾ ഭാസ്കരൻ വീണ്ടും അവരെ തള്ളി മാറ്റുന്നുണ്ട്. അപ്പോൾ സുഭാഷ് അച്ഛനെ തടയുന്നു. തുടർന്ന് പോലീസ് ഓഫീസർ കടുത്ത ഭാഷയിൽ തന്നെ പറയേണ്ടത്, നിർത്തിടോ, ഈ വീട്ടിൽ ഇനി ആരും താമസിക്കാൻ പറ്റില്ല. സാധനങ്ങളെല്ലാം എടുത്ത് ഇറങ്ങിപ്പോകാൻ നോക്ക്. 10 മിനിറ്റ് സമയം തരാം. ആവശ്യമുള്ള സാധനങ്ങളെടുത്ത് ഇറങ്ങിക്കോണം എന്ന് തന്നെ തീർത്ത് പറയുന്നു. ഭാസ്കരനാണെങ്കിൽ ഗംഗാധരൻ്റെ കഴുത്തിന് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നീ എപ്പോഴും പോലീസുകാരെയും കൂട്ടിക്കൊണ്ടൊന്നും അല്ലല്ലോ നടക്കുന്നത്, അല്ലാതെ നീ പുറത്തിറങ്ങുമല്ലോ, അപ്പോൾ നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. സുഭാഷ് വീണ്ടും അവരെ പിടിച്ചു മാറ്റുകയാണ്. കോൺസ്റ്റബിൾ ഭാസ്കരനെ പിടിച്ച് ബെഡിലേക്ക് ഇരുത്തുന്നു. സുധീഷ് പതിയെ പോലീസ് ഓഫീസറുടെ അടുത്ത് നിന്ന് ചോദിക്കുന്നുണ്ട്, സാർ ഒന്ന് വരാമോ? സാർ എന്താ പ്രതീക്ഷിക്കുന്നത് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈക്കൂലി കൊടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഓഫീസർ ചൂടാവുകയാണ്. എടോ, തനിക്ക് എന്നെ കണ്ടപ്പോൾ കൈക്കൂലി വാങ്ങുന്ന ഒരാളായിട്ട് തോന്നിയോ? പോലീസിന് കൈക്കൂലി കൊടുക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞ് നിൻ്റെ പേരിൽ കേസെടുത്ത് ഞാൻ അകത്താക്കും. നിങ്ങൾക്ക് തന്നെ 10 മിനിറ്റ് കഴിയാറാവുന്നു. അകത്ത് പോയിട്ട് സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വാ എന്ന് പറയുന്നുണ്ട്. ഈ സമയം സീല് വയ്ക്കാനുള്ള ആളുകൾ സാധനങ്ങളുമായിട്ട് അവിടെ എത്തുന്നു. സുധീഷ് നിസ്സഹായനായിട്ട് സുഭാഷിനെ വിളിക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടാ, അകത്തേക്ക് വാ, വലിയൊരു വീട്, ഇത് മാത്രമല്ലല്ലോ ഈ ലോകത്ത് വീടായിട്ടുള്ളത്, നമുക്ക് പോകാം. ഇപ്പോൾ ലളിതയാണെങ്കിൽ പരിഹസിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അത് തന്നെ, ഇറങ്ങിപ്പോകാൻ നോക്ക്. സുഭാഷ് വിഷമത്തോടെ ഭാസ്കരനെയും കൂട്ടി അകത്തേക്ക് പോവുകയാണ്. അകത്ത് ബാഗുകൾ പാക്ക് ചെയ്യുമ്പോൾ ഹരീഷ് ചോദിക്കുന്നുണ്ട്, സുധീഷ് ഏട്ടാ, നമുക്ക് മാത്രം എന്തേ ഇങ്ങനെ പ്രശ്നങ്ങളുടെ മുകളിൽ പ്രശ്നങ്ങൾ? സുധീഷ് പറയുന്നുണ്ട്, വീടാ, ഇതെന്താ വലിയ ഐശ്വര്യമുള്ള വീടാണോ? ഒരു നശിച്ച വീടാണെന്നത് പറയുന്നുണ്ട്. അപ്പോൾ ഹരീഷാണെങ്കിലും സങ്കടത്തോടെ പറയുന്നുണ്ട്, എന്താണെങ്കിലും ഇത് നമ്മുടെ വീടല്ലേ സുധീഷ് ഏട്ടാ, ഈ വീട് വിട്ട് നമ്മൾ എങ്ങോട്ട് പോകും? അപ്പോൾ സുധീഷ് ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എവിടേക്കെങ്കിലും പോകാടാ, ഈ വീട്ടിൽ നിന്നും ഇറങ്ങിയാൽ നമ്മുടെ കഷ്ടകാലം തീരുമായിരിക്കും. സുഭാഷ് ഏട്ടാ, വിഷമിക്കാതെ പോയ ഡ്രസ്സെല്ലാം എടുത്തു വയ്ക്കൂ, നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്ന് പറയുന്നുണ്ട്. സുധീഷ്, ഇത് നമ്മുടെ വീടാണെന്ന് പറയുമ്പോൾ ഹരീഷും പറയുന്നുണ്ട്, വീട് സീല് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ വീട്ടിലേക്ക് വരാൻ പറ്റില്ല, ഈ വീട് നമുക്ക് നഷ്ടപ്പെടുമെന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് വഴക്കു കൂടണമെന്നാണോ? പോലീസ് അവരുടെ ഭാഗത്താണ്, നമ്മൾ വഴക്കിയിട്ട് എന്ത് പറഞ്ഞാലും ശരിയാകില്ല, നമുക്ക് ഇവിടുന്ന് പോകാം, ഈ വീടിൻ്റെ ശാപം ഇന്നത്തോടുകൂടി അവസാനിച്ചെന്ന് വിചാരിച്ചാൽ മതി. എടാ നികേഷേ, നീ നിൻ്റെ ബുക്കും സാധനങ്ങളും എടുത്തു വയ്ക്കാനും പറയുന്നു. ഇപ്പോൾ സുഭാഷ് ഓർത്ത് പോവുകയാണ്, സുധീഷ് നിധി വരാൻ സമയമാകുന്നല്ലോ. ഇപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ നോക്കിക്കോളാം സുഭാഷ് ഏട്ടാ, നിധിയോട് ഞാൻ സംസാരിച്ചോളാം, നിധി ഇവിടെ ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞത് തന്നെ അവളും പറയുന്നു.
ഭാസ്കരനാണെങ്കിൽ വീണ്ടും പറയുന്നുണ്ട്, എടാ പോലീസ് പറഞ്ഞത് കേട്ട് നമ്മൾ ഈ വീട് വിട്ട് ഇറങ്ങിയാൽ പിന്നെ നമുക്ക് ഈ വീട് ഇല്ലാതാകും. ഈ വീട് വിട്ട് ആരും പോകരുത്, ഞാനാ പറയുന്നതെന്ന് പറയുമ്പോൾ സുധീഷ് ദേഷ്യപ്പെടാണ്. നിങ്ങൾക്കെന്താ ഭ്രാന്താണോ? ഈ വീട് നമ്മുടെ വീടാണെന്ന് പറയാൻ നമ്മുടെ കയ്യിൽ എന്ത് തെളിവാണുള്ളത്? പോയി സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനൊക്കെ പറയുന്നുണ്ട്. ഈ സമയം ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് വരികയാണ് നിധി. മുറ്റത്ത് പോലീസ് വണ്ടിയും പോലീസുകാരൊക്കെ കണ്ട് നിധി ടെൻഷനോടുകൂടി അകത്തേക്ക് ഓടി കയറി വരുന്നുണ്ട്. സുഭാഷേട്ട് എന്താ പറ്റിയത്? പുറത്ത് പോലീസുകാരൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ സുഭാഷ് സങ്കടത്തോടെ പറയുന്നുണ്ട്, വീട് ശരിയാക്കാൻ വേണ്ടി പണി തുടങ്ങിയതാ മോളെ. സാധാരണ പോലെ വല്യച്ഛനും അമ്മായിയും വന്ന് പ്രശ്നം ഉണ്ടാക്കി. പോലീസുകാരെയും കൂട്ടിക്കൊണ്ടാണ് അവർ വന്നത്. പോലീസുകാർ നമ്മളോട് ഈ വീട്ടിൽ നിന്നും ഒഴിഞ്ഞു പോകണം എന്നാണ് പറയുന്നത്. നമ്മൾ വീട് പൂട്ടി സീല് വയ്ക്കാൻ പോവുകയാണെന്ന്. അപ്പം ഞെട്ടിപ്പോയ നിധി ചോദിക്കുന്നുണ്ട്, സീല് വയ്ക്കാൻ പോവുകയാണെന്നോ? ഏട്ടത്തി നടക്കുന്നതൊന്നും എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. സാധാരണ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോകാറുള്ളതാ, ഇപ്പോൾ വീട് വിട്ട് ഇറങ്ങണമെന്നാണ് പറയുന്നത്. നമ്മളെങ്ങോട്ട് പോകും? സീല് വയ്ക്കാനുള്ള ആളുകൾ വരെ വന്നു എന്ന് നികേഷും പറയുന്നു. വെറുതെ ഇരിക്കടാ, ഇതൊക്കെ ഒരു വീടാണോ? ഇത്രയും നാം നമ്മുടെ ഇവിടെ താമസിച്ചത് തന്നെ വലിയ കാര്യം. ഞാൻ പറഞ്ഞില്ലേ, ഈ വീട്ടിൽ നിന്നും ഇറങ്ങിയാൽ നമ്മുടെ കഷ്ടകാലം മാറും, നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്ന് പറയുന്നുണ്ട് സുധീഷ്. മോള് പോയി മോളുടെ ഡ്രസ്സെല്ലാം എടുത്തു വയ്ക്കുക, ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് സുഭാഷ് പറയുന്നുണ്ട്. ഹരീഷും ചാന്ദിനിയും അവിനാഷും ഒക്കെ സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. നിധി സുധീഷിനോട് ചോദിക്കുന്നുണ്ട്, സുധീഷ് എന്താ ഇവിടെ നടക്കുന്നത്? ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് പോകും എന്ന് പറയുമ്പോൾ, എവിടെയെങ്കിലും പോകണം നിധി, അവർ നമ്മളെ അപമാനിക്കുകയാണ്, ആ അപമാനം താങ്ങി നമ്മളിവിടെ താമസിക്കേണ്ട കാര്യമുണ്ടെന്ന് പറയുമ്പോൾ നിധി തിരിച്ച് ചോദിക്കുന്നുണ്ട്, സുധീഷ് എന്താ ഇങ്ങനെ പറയുന്നത്? അവരെ സമാധാനിപ്പിച്ച് ഇവിടെ നിർത്തേണ്ടതിന് പകരം പോകാം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? സുധീഷ് പറയുന്നുണ്ട്, വേറെന്താ പറയുക നിധി, കോടതിയിൽ പോയി തെളിയിക്കാനാണ് പറയുന്നത്. ഇത് നമ്മുടെ വീടാണെന്ന് തെളിയിച്ചാൽ നമുക്ക് ഈ വീട്ടിൽ തിരിച്ചു വരാം. ഈ വീട് നമ്മുടേതാണെന്ന് തെളിയിക്കാൻ നമ്മുടെ കയ്യിൽ തെളിവൊന്നുമില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ അവരെ സമാധാനിപ്പിക്കുക? നിധി പോയി റെഡിയാകുക. ഈ വീടല്ലെങ്കിൽ വേറൊരു വീട്. ഈ വീട്ടിൽ ആർക്കും ഒന്നും നല്ലത് നടന്നിട്ടില്ല. നാട്ടുകാരെല്ലാവരും നമ്മുടെ വീടിനെ പറ്റി മോശമായിട്ടേ സംസാരിച്ചിട്ടുള്ളൂ. ഈ തീരുമാനം നമ്മൾ നേരത്തെ എടുക്കേണ്ടതായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ സുധീഷ്. തുടർന്ന് സുധീഷെ പോലീസുകാരോട് സംസാരിച്ചു എന്ന് ചോദിക്കുമ്പോൾ സുധീഷ് കണ്ണീര് തുടച്ചുകൊണ്ട് പറയുന്നുണ്ട്, എല്ലാവരും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണം എന്നാണ് പറയുന്നത്. നമുക്കൊരഭിമാനമില്ലേ? എത്ര നാളെ ഇങ്ങനെ ഇവിടെ താമസിക്കുക? എല്ലാം നല്ലതിനാണെന്ന് വിചാരിച്ചാൽ മതി. വീടിനകത്ത് പാമ്പ് കയറി, അതുകൊണ്ടാണ് വീട് ഒഴിഞ്ഞു പോകുന്നതെന്ന് വിചാരിച്ചാൽ മതി. വേറെ എന്ത് ചെയ്യാനാ? നിധി പോയി ഡ്രസ്സൊക്കെ എടുത്തു വയ്ക്കുക, ഞാനും എടുത്തു വയ്ക്കട്ടെ? നിധി കണ്ണ് നിറഞ്ഞുകൊണ്ട് സുധീഷിനെ നോക്കുകയാണ്. ഒടുവിൽ ബാഗുകളെല്ലാമായിട്ട് സുഭാഷും സുധീഷും ഹരീഷും നികേഷും നിധിയും പുറത്തേക്ക് ഇറങ്ങി വരുന്നു. പിന്നാലെ അവിനാഷും ചാന്ദിനിയൊക്കെ ഉണ്ടായിരുന്നു. ലളിതയാണെങ്കിൽ പരിഹസിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഈ 4 ബാഗ് കൊണ്ട് എടുത്തുകൊണ്ട് വരാനാണോ ഇത്രയും സമയമെടുത്തത്? പെട്ടെന്നാവട്ടെ എന്ന് പറയുമ്പോൾ, ദേ നോക്ക്, ഈ വീട് വിട്ട് ഇറങ്ങാൻ ഞങ്ങൾ തന്നെ തീരുമാനിച്ചു, ഇനി കൂടുതൽ സംസാരിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ലളിതയ്ക്ക് ചുട്ട മറുപടി കൊടുക്കുന്നു. ദേഷ്യം കണ്ടില്ലേ, ഇത്രയും അപമാനങ്ങൾ സഹിച്ചിട്ട് വേണമായിരുന്നു ഈ വീട് വിട്ടിറങ്ങാൻ എന്ന് ഗംഗാധരൻ പറയുന്നുണ്ട്. വീണ്ടും തുടങ്ങിയോ സാർ? സീല് വയ്ക്കൂ എന്ന് പോലീസ് ഓഫീസർ പറയുന്നുണ്ട്. അങ്ങനെ പണിക്കാർ വന്ന് കിളിക്കൂടിൻ്റെ വാതിലടച്ച് പൂട്ടി ഔദ്യോഗികമായിട്ട് സീല് വയ്ക്കുകയാണ്. അത് കണ്ട് നെഞ്ചു തകർന്ന് കരയാണ് സുഭാഷും കുടുംബവും. എന്നാൽ ലളിതയും ഗംഗാധരനും പരസ്പരം നോക്കി അഹങ്കാരത്തോടെ പരിഹസിച്ച് ചിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഭാസ്കരൻ ലളിതയോട് പറയുന്നുണ്ട്, എടാ മനസാക്ഷി ഉണ്ടോടാ നിനക്ക്? ഞങ്ങൾ താമസിച്ചിരുന്ന വീട് സീല് വെപ്പിച്ചില്ലേടാ. എൻ്റെ അച്ഛൻ എനിക്ക് തന്ന സ്വത്താണിത്. നിങ്ങൾക്ക് എന്താ സ്വത്തുക്കളില്ലേ? മറ്റൊരാളുടെ സ്വത്ത് ആഗ്രഹിക്കുന്നത് എന്തിനാ? ഞങ്ങളെ തെരുവിൽ ഇറക്കിയില്ലേടാ. മനസ്സ് നൊന്ത് പറയാണ്, നിങ്ങൾക്ക് ഗുണം വരില്ല, നിങ്ങൾ 2 പേരും നശിച്ചു പോകും എന്നെല്ലാം ശപിക്കുന്നു. അപ്പോൾ ഇത് കേട്ട് ലളിത പറയുന്നുണ്ട്, കേട്ടില്ലേ സാർ ഇയാൾ സംസാരിക്കുന്നത്? ഇതും കൂടി ചേർത്ത് ആക്ഷൻ എടുക്കണമെന്ന് പറയുമ്പോൾ, ഇതിനൊന്നും കേസെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് പോലീസ് ഓഫീസർ. നിങ്ങൾ കാരണം ഞങ്ങൾ ഒരുപാട് അപമാനം സഹിച്ചിട്ടുണ്ട്, ഇനിയും വയ്യ, ഈ വീട് ഞങ്ങൾക്ക് വേണം, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോകുന്നതാണ് നല്ലതെന്ന് ഗംഗാധരനും പറയുന്നുണ്ട്. ഓ, ഇത്രയും കാലം ഞങ്ങൾ നിങ്ങളുടെ തോളത്തലയിരുന്നത്, വലിയ ഡ്രാമ കളിച്ച് ജയിച്ചില്ലേ നിങ്ങളെന്ന് നല്ല മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ സുധീഷ്. ജയിച്ചു, എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? എൻ്റെ വീടിൻ്റെ മുന്നിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കാതെ ഇറങ്ങിപ്പോകാൻ നോക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ ലളിത. മതി, ഞങ്ങൾ ഇറങ്ങിയില്ലേ, ഇനി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? സുഭാഷേട്ടാ വാ നമുക്ക് പോകാം എന്ന് പറയുന്നുണ്ട് ഹരീഷും. സാർ, പിന്നിലത്തെ കതകും സീല് വെക്കണം, കള്ളക്കൂട്ടങ്ങളാണ് ആ വഴിയെ കയറുമെന്നെല്ലാം ലളിത പോലീസിനോട് പറയുന്നുണ്ട്. അപ്പോൾ പോലീസുകാരാണെങ്കിൽ അതും ചെയ്യാനായിട്ട് പുറകിലേക്ക് പോകുന്നു. തുടർന്ന് സുധീഷ് എല്ലാവരെയും കൂട്ടി കാറിനടുത്തേക്ക് നടക്കുകയാണ്. കാറിൽ കയറുന്നതിന് മുൻപ് തങ്ങൾ ജനിച്ചു വളർന്ന, ഒടുവിൽ അപമാനിതരായിട്ട് പടിയിറങ്ങേണ്ടി വന്ന ആ കിളിക്കൂട്ടിലേക്ക് അവർ കണ്ണീരോടെ തിരിഞ്ഞു നോക്കുന്നതോടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. ഇനി സുധീഷും നിധിയും സുഭാഷും അടങ്ങുന്ന ഈ കുടുംബം എങ്ങോട്ട് പോകും? തങ്ങളുടെ തറവാട് വീട് അവർക്ക് തിരികെ ലഭിക്കുമോ? ലളിതയ്ക്കും ഗംഗാധരനും കാലം കരുതി വെച്ചിരിക്കുന്ന ശിക്ഷ എന്തായിരിക്കും? അപ്പോൾ ഈ ഒരു ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്